വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വി എഫ് എയുടെ ഹോട്ട് ടോപ്പിക്സാണ് പഠിക്കണേ. അപ്പോൾ 10th പ്രിലിംസിന് കുറേയധികം ഹോട്ട് ടോപ്പിക്സുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10th പ്രിലിംസിന് ഇല്ലാത്ത കുറേയധികം ഭാഗങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ഉണ്ടല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളാണ് നമ്മൾ ഈ 30 ദിവസം കൊണ്ട് പറയാൻ പോണേ, അല്ലെങ്കിൽ ആ GK ഭാഗങ്ങളാണ് 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോണെന്ന് ടീച്ചർ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, അതുപോലെ തന്നെ കല, കായിക രംഗം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ ഭാഗങ്ങൾ, വേൾഡിലെ ജോഗ്രഫി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയിലെ തിരുവിതാംകൂറിന്റെ ചരിത്രം. ഇപ്പൊ യൂറോപ്യന്മാരുടെ വരവ് നമ്മൾ പഠിച്ചു. ഇനി തിരുവിതാംകൂറിന്റെ ചരിത്രം, ഐക്യ കേരള പ്രസ്ഥാനം, ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട്, കാരണം 30 ദിവസം കൊണ്ട് ഇത്രയും ഭാഗങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്, ഓൾറെഡി ക്ലാസ് കൊടുത്ത് തന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ മുമ്പിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊരു ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ആയിട്ടോ, എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ആ ഒരു എന്താ പറയാ ഭാഗങ്ങളിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. പിന്നെ ഇംഗ്ലീഷും മാത്സും അതുപോലെ തന്നെ മലയാളവും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി ചെയ്ത് നോക്കുക മക്കളെ. അതൊന്നും നമുക്ക് എടുത്ത് തരാനുള്ള നേരമില്ല. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഓൾറെഡി ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് നല്ലൊരു മാർക്കിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ അന്നാന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. അപ്പൊ നമ്മള് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഏത് രാജവംശത്തെ പഠിക്കാൻ പോണേ? തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ചാണ് പഠിക്കാൻ പോണേ. അപ്പൊ തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ച് എന്താ പറയാ, കുറച്ച് കാര്യങ്ങൾ പൊതുവായിട്ടുള്ളത് നമുക്ക് പഠിക്കാണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ച് ആദ്യം പഠിക്കുകയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പത്മനാഭദാസൻ എന്നാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരെ നമ്മൾ എന്താ വിളിക്കുക? പത്മനാഭദാസന്മാർ എന്നാണ് വിളിക്കുക കേട്ടോ. ഈ തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരെന്ത്? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തൃപ്പാപ്പൂർ സ്വരൂപം. എന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം എന്നുള്ളതാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് എന്ന് ഓർത്തു വയ്ക്കുക. ഈ തിരുവിതാംകൂർ രാജവംശത്തിലുള്ള രാജാക്കന്മാരെ പത്മനാഭദാസന്മാർ എന്ന് വിളിക്കാൻ തന്നെ കാരണം അവരുടെ ആരാധനാമൂർത്തി ആരാണ്? ശ്രീ പത്മനാഭസ്വാമിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം. ഇനി തിരുവിതാംകൂറിലെ എന്താ പറയാ മന്ത്രിമാരുണ്ട് അല്ലെ. ആ മന്ത്രിമാരെ നമ്മൾ വിളിക്കുന്നത് ഏത് പേരാണെന്നറിയോ നിങ്ങൾക്ക്? ദളവ എന്നും അല്ലെങ്കിൽ ദിവാൻ എന്നുള്ള പേരിലൊക്കെ ഇവരെ വിളിക്കും. രാജാക്കന്മാർക്ക് മന്ത്രിമാരുണ്ടാവുമല്ലോ, മന്ത്രിമാരെ. ഇനി രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിന് വിളിക്കുന്നത് ഹിരണ്യഗർഭം എന്നാണ്. എന്താണ്? ഹിരണ്യഗർഭം എന്നാണ് അവരുടെ എന്താ പറയാ ആ ഒരു കിരീടധാരണ ചടങ്ങ്. ഇനി അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ദേശീയ ഗാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഞ്ചീശമംഗളമാണ്. ഉള്ളൂരാണ് ഈ വഞ്ചീശമംഗളം രചിച്ചത്. ഇവരുടെ മുദ്ര, തിരുവിതാംകൂർ രാജവംശത്തിന്റെ മുദ്ര ഏതാന്ന് ചോദിച്ചാൽ ശംഖാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ മുദ്ര എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി അടുത്തത്, ഈ രാജവംശത്തെ വേറൊരു പേരിട്ട് കൂടി വിളിക്കുന്നു, വഞ്ചി ഭൂപതിമാർ. അപ്പൊ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്നതും തിരുവിതാംകൂർ രാജവംശത്തെയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി തിരുവിതാംകൂർ രാജവംശത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയണേ. ഇന്ത്യയിൽ തന്നെ ആദ്യമായി സെൻസസ് അഥവാ കാനേഷുമാരി എന്ന് പറയും. സെൻസസ് നടന്ന നാട്ടുരാജ്യം തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. അതുപോലെ ഇന്ത്യയില് തപാൽ സംവിധാനം നിലവിൽ വന്ന നാട്ടുരാജ്യം കൂടിയാണ്. അന്നത്തെ തപാൽ സംവിധാനത്തിന് അവർ വിളിച്ചിരുന്നത് അഞ്ചൽ സംവിധാനം എന്നാണ്. അത് നിലവിൽ വന്ന നാട്ടുരാജ്യമാണ്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായിട്ട് നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന രാജവംശമാണ്. ഇന്ത്യയില് ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച രാജവംശമാണ്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജവംശ പറയാ? തിരുവിതാംകൂർ രാജവംശമാണ് പറയാ. അപ്പൊ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. തിരുവിതാംകൂർ രാജവംശം എന്നുള്ളൊരു ധാരണയായില്ലോ. ഇനി തിരുവിതാംകൂറിൽ 1729 മുതൽ 1758 വരെ ഭരിച്ചിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്.
ആരാണ്? അനിഴം തിരുനാൾ ട്ടോ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അപ്പൊ ആദ്യത്തെ ഭരണാധികാരി. അദ്ദേഹം 1729 മുതൽ 1758 വരെയാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. ഇദ്ദേഹത്തെ വിളിക്കുന്നു ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹത്തെ എന്താണ് തിരുവിതാംകൂറിലെ അശോകൻ എന്ന് വിളിക്കുന്നതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്ന നയമാണ് ഇരുമ്പും നിണവും നയം. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹത്തിന്റെ കാലത്തെ ഭരണ തലസ്ഥാനം ഏതായിരുന്നു? കൽക്കുളം, അല്ലെങ്കിൽ എന്താണ്? പത്മനാഭപുരം അഥവാ കൽക്കുളമായിരുന്നു ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം. ഇനി അടുത്തത്, ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയുമെങ്കിലും വ്യാപാരത്തിനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം വേറെയായിരുന്നു. വ്യാപാര തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മാവേലിക്കരയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏതാണ്? മാവേലിക്കരയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ? വ്യാപാര തലസ്ഥാനം ട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള കുറെ പ്രത്യേകതകൾ നമ്മൾ പറയുകയാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇദ്ദേഹം തിരുവിതാംകൂറിൽ ഒരു സ്ഥിരമായിട്ട് ഒരു സൈന്യത്തെ തിരുവിതാംകൂറിൽ സ്വന്തമായിട്ട് സ്ഥിരം സൈന്യത്തെ അപ്പോയിന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ സ്ഥിരം സൈന്യത്തെ വിളിച്ചിരുന്നത് മറവപ്പട എന്നാണ്. അപ്പൊ മറവപ്പട എന്ന് വിളിപ്പേരുള്ള തിരുവിതാംകൂറിലെ ഒരു സ്ഥിരം സൈന്യത്തെ അപ്പോയിന്റ് ചെയ്ത ഭരണാധികാരി. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഉദയഗിരിക്കോട്ട പുതുക്കി പണിത രാജാവ് ട്ടോ. ഉദയഗിരിക്കോട്ട പുതുക്കി പണിത രാജാവ്. അടുത്തത് നമുക്കറിയാം മരുമക്കത്തായം എന്ന് പറയുന്ന സമ്പ്രദായം. ആ മരുമക്കത്തായം എന്ന സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവും ഈ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഏറ്റവും കൂടുതൽ രാജ്യവിസ്തൃതി ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. ഇനി ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച ഭരണാധികാരി ഇദ്ദേഹമാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേരാ നമ്മൾ പറയാ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പേരാണ് നമ്മൾ പറയേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇനി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം കൊട്ടാരം കേട്ടിട്ടില്ലേ നിങ്ങള്? ശ്രീകൃഷ്ണപുരം കൊട്ടാരം അതെവിടെയാണ്? കായംകുളത്താണ്. അവിടെ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ചുവർ ചിത്രമുണ്ട്. നമ്മളോട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ചതും ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇദ്ദേഹത്തിന്റെ കാലത്താണ് കണ്ടെഴുത്ത് ആരംഭിച്ചത്. കണ്ടെഴുത്ത് എന്താ അറിയോ നിങ്ങൾക്ക്? ഭൂമിയുടെ ഭൂസർവേയാണ് കണ്ടെഴുത്ത്. അത് ആരംഭിച്ചു ഇദ്ദേഹത്തിന്റെ കാലത്ത്. അതായത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതിയൊക്കെ നിർണയിക്കുന്ന പരിപാടി ഇദ്ദേഹം കൊണ്ടുവന്നു. ഇനി ഇദ്ദേഹം ഭൂമിയെ ദേവസ്വം, അതുപോലെ തന്നെ ബ്രഹ്മസ്വം, അതുപോലെ തന്നെ ദാസം, അതുപോലെ തന്നെ പണ്ടാരവക എന്നിങ്ങനെ ഭൂമിയെ 4ആയി തിരിച്ചതും ആരുടെ കാലത്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ക്ലിയർ ആയിട്ടില്ലേ? ഇനി അടുത്തത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് അടുത്തത് പറയേണ്ടത് എന്താ വെച്ചാ, ഇദ്ദേഹം കുറച്ചധികം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണ, അതുപോലെ തന്നെ പുത്തൻ അണ. അപ്പൊ പുത്തൻ അണക്കെട്ട്, പൊന്മന അണക്കെട്ടൊക്കെ ഇദ്ദേഹമാണ് നിർമ്മിച്ചത്.
കൃഷ്ണ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ കാലത്തെ പ്രധാനപ്പെട്ട ആസ്ഥാന കവിയായിരുന്നു. ഇനി മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്നത് ഒരു നായർ സമുദായ സൈന്യത്തിനായിരുന്നു. ആ സൈന്യത്തെ വിളിച്ചിരുന്നത് നായർ ബ്രിഗേഡ് എന്നാണ്. എന്താ വിളിച്ചിരുന്നത്? നായർ ബ്രിഗേഡ് എന്നാണ് വിളിച്ചിരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഹിരണ്യഗർഭമാണല്ലോ ഇവരുടെ എന്താ കിരീടധാരണ ചടങ്ങ്. ആ ഹിരണ്യഗർഭം കിരീടധാരണ ചടങ്ങ് ആരംഭിച്ച ഭരണാധികാരിയും ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. ഇനി പരീക്ഷയ്ക്ക് മലയാളം ഭാഗത്ത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് കുളം തോണ്ടുക എന്ന് പറയുന്ന ഒരു ശൈലി. ഈ കുളം തോണ്ടുക എന്ന് പറയുന്ന ശൈലി തന്നെ വന്നത് മാർത്താണ്ഡവർമ്മയുടെ ആ കാലത്തുണ്ടായിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന് പറയുന്ന ഒരു തരം ആൾക്കാർ. അവരെ കുറിച്ച് ടീച്ചർ പറഞ്ഞുതരാം. എന്താണ് ഇവർ? ഒരു നായർ മാടമ്പിമാരാണ്. ക്ഷേത്രവക വസ്തുക്കള് എട്ടായി ഭാഗിച്ച് കരം പിരിക്കാനും മറ്റുമായിട്ട് ഓരോ ഭാഗത്തും ഓരോ നായർ മാടമ്പിമാരെ എന്താ പറയാ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8 ഭാഗത്ത് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള നായർ മാടമ്പിമാരെ 8 വീട്ടിൽ പിള്ളമാർ എന്ന് പറയുന്ന പേരില് അറിയപ്പെട്ടു. അപ്പൊ എന്തായി? ഇവര് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ ഇവര് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോ എന്താ പറയാ ഈ എന്താ പറയാ മാർത്താണ്ഡവർമ്മയ്ക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. അപ്പോ ഈ 8 വീട്ടിൽ പിള്ളമാരുടെ 8 തറവാടുകൾ ഇടിച്ചു നിരത്തി മാർത്താണ്ഡവർമ്മ അവിടെ കുളം നിർമ്മിച്ചു എന്നാ പറയണേ. അങ്ങനെയാണ് കുളം തോണ്ടുക എന്ന് പറയുന്ന വീടുണ്ടായിരുന്നത്. അപ്പൊ 8 വീട്ടിൽ പിള്ളമാർ ഏത് രാജാവുമായിട്ട് റിലേറ്റഡ് ആണ്? തിരുവിതാംകൂറിലെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഈ എന്താ പറയാ മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ ഉടമ്പടികൾ പറയണം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഉടമ്പടിയുടെ പേര് വേണാട് ഉടമ്പടി എന്നാണ്. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വേണാട് ഉടമ്പടി എന്താ വെച്ചാ ഈ വേണാട് ഉടമ്പടി ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 ഇദ്ദേഹം യുവരാജാവൊക്കെ ആയിട്ടിരുന്ന സമയത്താട്ടോ ഈ വേണാട് ഉടമ്പടി ട്ടോ. അപ്പോ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇദ്ദേഹമാണെങ്കിലും അദ്ദേഹം യുവരാജാവായിരുന്നു. അപ്പോ അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയാമോ ഒപ്പുവെച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ. മനസ്സിലായോ? അപ്പോ ആ സമയത്ത് എന്താ പറയാ മരുമക്കത്തായ കാര്യങ്ങളാണ്. അപ്പൊ അമ്മാവന്റെ ഭരണം കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഭരിക്കുക. അപ്പൊ രാമവർമ്മ രാജാവ് അമ്മാവനാണ് ഭരിച്ചിരുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ രാജകുമാരൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ 1723 ബ്രിട്ടീഷുകാരുമായിട്ട് ആദ്യത്തെ ഉടമ്പടി വേണാട് ഉടമ്പടി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചു. ഒരു ബ്രിട്ടീഷ് എന്താ പറയാ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഇനി രണ്ടാമത്തെ ഉടമ്പടി പഠിക്കാട്ടോ മക്കളെ. രണ്ടാമത്തെ ഉടമ്പടിയുടെ പേര് മാന്നാർ ഉടമ്പടി എന്നാണ്. എന്താ പേര് അറിയോ? മാന്നാർ ഉടമ്പടി. 1742 എന്താ മാന്നാർ ഉടമ്പടി. അതായത് കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയുമായിട്ട് എന്നും ഇടയ്ക്കിടയ്ക്ക് തല്ലൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ യുദ്ധം ഉണ്ടായി. മാന്നാർ ഉടമ്പടി പ്രകാരം ഒരു ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചു. അയാൾ തോറ്റു. എന്നിരുന്നാൽ കൂടി ഒരു ഉടമ്പടിയാണ്. പൂർണ്ണമായിട്ടും കായംകുളം ആരെ ഏറ്റെടുത്തില്ല? മാർത്താണ്ഡവർമ്മ ഏറ്റൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷെ കായംകുളം രാജാവ് പറഞ്ഞ സന്ധി പ്രകാരമുള്ള വ്യവസ്ഥകളൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം അത് ലംഘിച്ചു. അപ്പോ എന്തുണ്ടായി? മാർത്താണ്ഡവർമ്മയ്ക്ക് തീരെ പിടിച്ചില്ല. അപ്പൊ തുടർന്ന് തിരുവിതാംകൂറിന്റെ സൈന്യം കായംകുളം ത്തേക്ക് പോയി 1746 കായംകുളം കീഴടക്കി. ആ യുദ്ധത്തെ നമ്മൾ 1746 കീഴടക്കിയിട്ടാ. കീഴടക്കിയ യുദ്ധത്തെ നമ്മൾ ഓടനാട് യുദ്ധം. എന്താണ്? ഓടനാട് യുദ്ധം അല്ലെങ്കിൽ പുറക്കാട് യുദ്ധം എന്നൊക്കെ ആ യുദ്ധത്തിന് വിളിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോളോ. സാധാരണ യുദ്ധം കഴിഞ്ഞാൽ ഉടമ്പടി ഉണ്ടാവുക അല്ലെ. ഇവിടെ ഒരു ചെറിയ യുദ്ധം കഴിഞ്ഞ് ഉടമ്പടി ഉണ്ടായി, മാന്നാർ ഉടമ്പടി. അത് കഴിഞ്ഞ ആ ഉടമ്പടി ഇദ്ദേഹം ലംഘിച്ചതിന്റെ ഫലമായി ആര്? കായംകുളത്തെ രാജാവ്. ഇദ്ദേഹം വീണ്ടും തോൽപ്പിച്ചു. അതാണ് ഓടനാട് അല്ലെങ്കിൽ പുറക്കാട് യുദ്ധം. മൂന്നാമത്തെ ഉടമ്പടിയുടെ പേര് എന്താ അറിയോ മക്കളെ? മാവേലിക്കര ഉടമ്പടി എന്നാണ്. 1753 മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർക്ക് നമ്മൾ എന്ത് കൊടുക്കും? കുരുമുളക് കൊടുക്കും.
കുരുമുളകിന് പകരമായിട്ട് ഡച്ചുകാർ നമുക്ക് എന്തു തരും? തിരുവിതാംകൂറിലേക്ക് എന്താ തരിക, എന്താ പറയാ, അതിനെ പറയാ, യുദ്ധ സാമഗ്രികളൊക്കെ തരും. എന്നിട്ട് പിന്നെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നും കൂടി ആര് ഒരു ക്ലോസ് വെച്ചു? നമ്മുടെ മാർത്താണ്ഡവർമ്മ. അതാണ് മാവേലിക്കര ഉടമ്പടി പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, അതൊന്നും ടീച്ചർ ഇവിടെ പറയണം. 1741 ഓഗസ്റ്റ് 10-ാം തീയതി എന്ത് നടന്നു? മാർത്താണ്ഡവർമ്മയും ആരും തമ്മിൽ? ഡച്ചുകാരും തമ്മിൽ എന്ത് യുദ്ധമാണ്? എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലേ? കുളച്ചൽ യുദ്ധം നടന്നു. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തി അല്ലെ. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് എവിടെയാണ്? കുളച്ചൽ യുദ്ധത്തിലാണ്. കുളച്ചൽ ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി എന്ന് പറയുന്ന ജില്ലയിലാണ് കേട്ടോ. ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിലനോയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ എന്താ പറയാ, ഒരു സ്മാരകമൊക്കെ ഉണ്ട് തമിഴ്നാട്ടില് കന്യാകുമാരിയില് ഉദയഗിരി കോട്ടയിൽ കേട്ടോ. ആ ഉദയഗിരി കോട്ട നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വീര രവിവർമ്മ എന്ന് പറയുന്ന വേണാട് രാജാവാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത് കേട്ടോ. അപ്പോ ഇനി അടുത്തത് മാർത്താണ്ഡവർമ്മയും പത്മനാഭസ്വാമി ക്ഷേത്രവും തമ്മിലുള്ള ഒരു കണക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് വളരെ പ്രധാനപ്പെട്ട മുറജപം എന്ന് പറയുന്ന ചടങ്ങുണ്ട്. അതുപോലെ തന്നെ ഭദ്രദീപം, ഇതൊക്കെ തുടങ്ങിയത് ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്തത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവാഹക സമിതിയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എട്ടര യോഗം എന്നാണ് കേട്ടോ. എട്ടര യോഗം എന്നാണ് അതിനെ വിളിക്കാന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പോ ഇത്രയും കാര്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം ഒക്കെ ഉണ്ട്. അതൊക്കെ പണി കഴിപ്പിച്ചതും ആരണ്യാണ്? നമ്മുടെ ഈ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് 1750 അദ്ദേഹം നടത്തിയ തൃപ്പടി ദാനം എന്ന് പറയുന്ന കാര്യമാണ്. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവത്തെയാണ് തൃപ്പടി ദാനം എന്ന് പറയുന്നത്. 1750 ജാനുവരി മാസം 3-ാം തീയതി അല്ലെങ്കിൽ 925 മകരമാസം 5-ാം തീയതിയാണ് തൃപ്പടി ദാനം നടക്കുന്നത്. അപ്പൊ തൃപ്പടി ദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികളെല്ലാം തന്നെ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് ഓർത്തു വയ്ക്കാം. ഇനി 2-ാം തൃപ്പടി ദാനം ഉണ്ട്. അത് നടത്തിയത് കാർത്തിക തിരുനാളാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ധർമ്മരാജ എന്ന പേരിലാണ്. ആ ധർമ്മരാജ 2-ാം തൃപ്പടി ദാനം നടത്തിയത് 1766-ലാണ്. അപ്പൊ ഇത്രയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരം ടീച്ചർ ഒന്നും കൂടി പറയാം. അതായത് അദ്ദേഹത്തിന്റെ എന്താ പറയാ, ബഡ്ജറ്റ് സംവിധാനത്തിനെ നമ്മൾ വിളിക്കുന്നത്, ബഡ്ജറ്റ് എന്താണ്? പതിവു കണക്ക് എന്നാണ് ബഡ്ജറ്റിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ചൗക്കകൾ, ചെക്ക് പോസ്റ്റിന് എന്താണ്? ചൗക്കകൾ എന്നാണ് പറയുന്നത്. പോസ്റ്റൽ സിസ്റ്റത്തിനെ അഞ്ചൽ സംവിധാനം എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലത്തെ ധനമന്ത്രിമാരെ മുളക് മടി ശീലക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. മുളക് മടി ശീലക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കാലത്തെ തഹസീൽദാർമാരെ കാര്യക്കാർ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു. വില്ലേജ് ഓഫീസിനെ പക്കുത്തികൾ എന്നാണ് വിളിച്ചിരുന്നത്. പക്കുത്തികൾ എന്നാണ്. താലൂക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെട്ടിരുന്നു. മണ്ഡപത്തും വാതുക്കൽ എന്ന് അറിയപ്പെട്ടിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ വില്ലേജ് ഓഫീസ് അറിയപ്പെടുന്ന പകുതികൾ എന്നാണ്. വില്ലേജ് ഓഫീസർ അറിയപ്പെട്ടിരുന്നത് പർവത്തിക്കാർ എന്നാണ്. പർവത്തിക്കാർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാർത്താണ്ഡവർമ്മയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കാർത്തിക തിരുനാള്, അവിട്ടം തിരുനാള്, അങ്ങനെയുള്ള ഓരോ ആൾക്കാരെ നമ്മൾ പഠിക്കണം. അപ്പോ അവസാനം ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ വരെ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? കേരളം ഭരണ സംവിധാനങ്ങള്, കലാകായികം, സാഹിത്യം, സംസ്കാരം, വേൾഡിലെ ഭൂമിശാസ്ത്രം, കേരള ഹിസ്റ്ററിയില് തിരുവിതാംകൂറിന്റെ ചരിത്രം, ഐക്യ കേരള പ്രസ്ഥാനം, ഇത്രയും കാര്യങ്ങളും പ്ലസ് നമ്മൾ എന്തും കൂടെ ചെയ്യാം, മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ പറയൂ. ടീച്ചർ കുറച്ചും കൂടിയും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇത് എടുത്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾ അഭിപ്രായം പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.